morning. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ നോട്ടുകൾ തീരും. അപ്പൊ അതിനുശേഷം ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് സെൻഡ് ചെയ്യേ. അപ്പൊ അതിൽ കുറച്ച് കറക്ഷനും എഡിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈകിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഹോംവർക്ക് പറഞ്ഞതല്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ദിവസം സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു ടോപ്പിക് എടുക്കാൻ പോവാണ്. എന്താണ് പോയിസൺസ് റേഷ്യോ? ഇവിടെ നിങ്ങൾ ഈ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസും പഠിക്കണം. അല്ലാതെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ പോയിസൺസ് റേഷ്യോ എന്താണെന്നാണ് നോക്കുന്നത്. നമുക്ക് പറഞ്ഞിരുന്നു, ഒരു ബോഡിയിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ, നമുക്ക് പല രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്യാം അല്ലെ. ഒന്ന് ആക്സിയൽ പുൾ ആകാം, ആക്സിയൽ കംപ്രഷൻ ആകാം, ഷിയർ ആകാം, ബെൻഡിങ് ആവാം, ടോർഷൻ ആവാം. അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അപ്പൊ നമ്മൾ ഒരു ബോഡിക്കകത്ത് നമ്മളൊരു ഫോഴ്സ്, ഒരു എന്തെങ്കിലും കംപ്രസീവോ അതല്ല ടെൻഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിക്കകത്ത് ഡയമെൻഷൻസിൽ മാറ്റം ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡയമെൻഷൻസിൽ മാറ്റം വരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു ബോഡിയിൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനൊരു വലിവാണ് സംഭവിക്കുന്നത് അല്ലെ. ആ ബോഡി ഇങ്ങനെ വലിയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയുമ്പോൾ അവിടെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ലെങ്ത്തിന് എന്താ സംഭവിക്കുന്നത്? ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കറക്റ്റ്, ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ആ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ലോഡ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിലാണല്ലോ. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ലോഡ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിൽ ആ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഡയമെൻഷനിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സ്ട്രെയിൻ, അതിന് നമുക്ക് ലീനിയർ സ്ട്രെയിൻ, പ്രൈമറി സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ് പറയാ. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു ബോഡി എടുത്തു, ആ ബോഡിക്കകത്ത് നമ്മളൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ അതിന്റെ നമ്മൾ ലോഡ് കൊടുക്കുന്ന ഡയറക്ഷനിൽ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. സോ ആ ഡയറക്ഷനിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന ഡയറക്ഷനിലുള്ള സ്ട്രെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ സ്ട്രെയിൻ, പ്രൈമറി സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിൽ ഏതെങ്കിലും ഒരു പേരാണ് നമ്മൾ പറയാം. അതിന് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ഇ ആണ്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ലീനിയർ സ്ട്രെയിൻ. ലെങ്ത്തിൽ മാത്രമാണോ മാറ്റം സംഭവിക്കുക? നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത്തിൽ മാത്രമാണോ മാറ്റം സംഭവിക്കുന്നത്? അല്ല. പിന്നെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ തിക്നെസ് കുറഞ്ഞു വരില്ലേ? ലെങ്ത് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് കുറയും. സോ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഭാഗത്ത് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്, അതായത് തിക്നെസ് കുറഞ്ഞു. ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഭാഗത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് തിക്നെസ് ആണ് അല്ലെ. അപ്പൊ തിക്നെസ് കുറഞ്ഞോടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ആ സ്ട്രെയിനിന് നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രെയിൻ, അതുമല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഇ ഡാഷ്. ഓക്കെ, സ്ട്രെയിൻ ഇൻ ദ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രെയിൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പോയിസൺസ് റേഷ്യോ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. ഈ രണ്ടാമത് പഠിക്കുന്നില്ലേ, സെക്കൻഡറി സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ പ്രൈമറി സ്ട്രെയിനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൈൻ പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞ് കാണും. ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് പോയിസൺസ് റേഷ്യോ. ഇത് അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണ്. ഇപ്പൊ PSC പോലുള്ള എക്സാമിന് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ
ഒരുമാതിരിപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ചോദ്യമാണിത്. പോയിസൺസ് റേഷ്യോന്റെ ഡെഫിനിഷൻ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ആണോ, അവർ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ പല പേരുകൾ ഉണ്ടാകാം. ചിലപ്പോൾ സെക്കൻഡറി സ്ട്രെയിൻ ബൈ പ്രൈമറി സ്ട്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്ഫർ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആയിരിക്കും, തിരിച്ചും ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. സോ ഓർത്ത് വെക്കുക, സെക്കൻഡറി സ്ട്രെയിൻ ബൈ പ്രൈമറി സ്ട്രെയിൻ ആണ് എന്ത്, പോയിസൺസ് റേഷ്യോ. ഇനി അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, മ്യൂ അല്ലെങ്കിൽ 1/m. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ അല്ലെങ്കിൽ 1/m ആണ് എന്ത്, പോയിസൺസ് റേഷ്യോനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ടാവും, ലീനിയർ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഓക്കേഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ് ഈസ് നോൺ ആസ് ലീനിയർ സ്ട്രെയിൻ. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ആണ് ലീനിയർ സ്ട്രെയിൻ. അതുപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ലാറ്ററൽ സ്ട്രെയിൻ. അത് ഏതൊക്കെയാകാം, ബ്രെഡ്ത്ത് ആകാം, തിക്നെസ് ആവാം, ഡെപ്തോ ഡയമീറ്ററോ എന്തോ ആവാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ആവാം. അപ്പൊ ലാറ്ററൽ സ്ട്രെയിന് നമ്മൾ ഇ ഡാഷ് എന്നും ലീനിയർ സ്ട്രെയിന് ഇ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിവിടെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഈ എൽ ലെങ്ത് ഉള്ള ഒരു ബോഡി ആയിരുന്നു. നമ്മൾ അതിന് എന്ത് ചെയ്തു, ഒരു ലോഡ് അപ്ലൈ ചെയ്തു, ടെൻസൈൽ ലോഡാണ് അപ്ലൈ ചെയ്തത്. സോ അത് ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ. അപ്പൊ ലീനിയർ സ്ട്രെയിൻ എന്താണ്, ലെങ്ത്തിന്റെ ഡയറക്ഷനിൽ അല്ലെ, സോറി ലോഡിന്റെ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ആണ് അല്ലെ. ലോഡിന്റെ ഡയറക്ഷനിൽ എന്തിനാണ് മാറ്റം വരുന്നത്, ലെങ്തിനാണ് മാറ്റം വരുന്നത്. സോ ലീനിയർ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇനി തിക്നെസ് ബി ആയിരുന്നു, ആ തിക്നെസ് എന്തായി മാറി, കുറഞ്ഞു, തിക്നെസ് കുറഞ്ഞു. നിങ്ങൾക്ക് ഈ ഡോട്ടർ ലൈൻസിൽ കാണാൻ സാധിക്കും. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ബോഡിയാണ് ഡോട്ടർ ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. ലെങ്ത് കൂടി, ബ്രെഡ്ത്ത് കുറഞ്ഞു. സോ തിക്നെസ് എന്താണ്, ബി മൈനസ് ഡെൽറ്റ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ബ്രെഡ്ത്ത്. അപ്പൊ അത് കുറയാണെന്ന് കാണിക്കും, കുറഞ്ഞു അല്ലെ, ബ്രെഡ്ത്ത് കുറയാണ് ചെയ്തത്. അപ്പൊ കുറവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈനസ് സൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഒരു ഫിഗർ കൂടെ കാണിക്കാം. ഈ ഫിഗർ നോക്കൂ, നമ്മളൊരു ബോഡി ഒരു മെറൂൺ കളറിൽ ബ്രൗൺ കളറിൽ കാണുന്നുണ്ടാവും. നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, സോറി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്തുണ്ടാകുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ എന്ത് സംഭവിക്കുന്നത്, ലാറ്ററൽ സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതും അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ അൺലോഡിങ് കണ്ടീഷൻ, ഗ്രീൻ കളറിൽ കാണുന്നത് അൺലോഡിങ് കണ്ടീഷൻ ആണ്. അതിനുശേഷം റെഡ് കളറിൽ കാണുന്നത് ലോഡിങ് കണ്ടീഷൻ ആണ്. ഓക്കെ, ലോഡിങ് ചേഞ്ചസ്, അതായത് ലോഡ് കൊടുത്തതിന് ശേഷം അതിലുണ്ടായ മാറ്റം. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് എന്ത്, നമ്മുടെ പോയിസൺസ് റേഷ്യോ. ഓക്കെ, അപ്പോ പോയിസൺസ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ അല്ലെങ്കിൽ 1/m എന്നുള്ള നൊട്ടേഷൻ വെച്ചാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് എന്ത്, പോയിസൺസ് റേഷ്യോ. ക്ലിയർ? ഇനി അടുത്ത ടേം ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ അത് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണെങ്കിലോ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. അതിനെയാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, ഇനി ഇവിടെ റെക്ടാങ്കുലർ ബാർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിന്റെ ലെങ്ത് എൽ, ഡെപ്ത് ഡി, ബ്രെഡ്ത്ത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയോമെട്രിക് സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി ആണല്ലോ. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെറിവേഷനിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഡെറിവേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ എച്ച് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇ വി എന്ന് പറഞ്ഞത് ഇ വി എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൽ ബൈ എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ എക്സ്. ഡെൽറ്റ ബി ബൈ എന്നെ നമുക്ക് ഇ വൈ. അതുപോലെ ഡെൽറ്റ എച്ച് ബൈ എച്ചിനെ ഇ സെഡ്. ആ ഡയറക്ഷനിലുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എച്ച് ബൈ എച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ഒരെണ്ണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, യങ്സ് മോഡുലസ് അല്ലെ. ഓൾറെഡി നമ്മൾ ഒരെണ്ണം പഠിച്ചു, യങ്സ് മോഡുലസ്. നമുക്കറിയാം എന്താണ് യങ്സ് മോഡുലസ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെ. സ്ട്രെസ് ബൈ സ്ട്രെയിനിനെ പറയുന്ന പേരാണ്
യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇ. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്തായിരുന്നു? ലോഡ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഇനി അടുത്ത മോഡുലസ് ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ കെ ആണ്. ബൾക്ക് മോഡുലസ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ കെ ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിനെയാണ് ബൾക്ക് മോഡുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയല്ലേ, ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രെസ് ഡിനോട്ട് ചെയ്യാൻ എഫ് ആണ് എടുത്തിരുന്നത്, ഏത് ഉപയോഗിക്കും? സിഗ്മ അല്ലെങ്കിൽ എഫ്. ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം അല്ലെ. അപ്പൊ സിഗ്മ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. അതാണ് ഇത് ബൾക്ക് മോഡുലസ്. ഇതെന്താണ്? ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തതാണ് ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ NCG ഇതിൽ ഏതെങ്കിലും ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് NCG. അപ്പൊ ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് എന്ത്? ഷിയർ മോഡുലസ്. ഓക്കെ, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. അപ്പോ മൂന്ന് മോഡുലൈ, ഇലാസ്റ്റിക് മോഡുലൈ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇത് തമ്മിലെല്ലാം റിലേഷൻസ് ഉണ്ട്. ഡെറിവേഷൻ ആവശ്യമില്ല. ഇക്വേഷൻസ് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടും ഹയർ സ്റ്റഡീസിനായാലും കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഇതിന്റെ ഇന്റർറിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പൊ യങ്സ് മോഡുലസ് എന്താണെന്ന് അറിയാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെ. ബൾക്ക് മോഡുലസ് എന്താ? ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഷിയർ മോഡുലസ് എന്താണ്? ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി E and K. അപ്പോ E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യങ്സ് മോഡുലസ്. E is equal to 2n into 1 plus mu. mu എന്താണ്? പോയ്സൺസ് റേഷ്യോ. n എന്താണ്? ഷിയർ മോഡുലസ്. അപ്പൊ യങ്സ് മോഡുലസും ഷിയർ മോഡുലസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇൻ ടേംസ് ഓഫ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോയുടെ ടേംസിൽ യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. ഓക്കെ, എന്താണ്? E is equal to 2n into 1 plus mu. ഇക്വേഷൻ പറഞ്ഞു മതി. മ്യൂവിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? വേണമെങ്കിൽ 1/m എന്നൂടെ എഴുതാം അല്ലെ. മ്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു ലെറ്റർ ആണ് 1/m അല്ലെ. E is equal to 2n into 1 plus mu. ഇനി അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കൂ. E is equal to 3k into 1 minus 2 mu. E is equal to 3k into 1 minus 2 mu. Okay, അപ്പോൾ E is equal to 2n into 1 plus mu. E is equal to 3k into 1 minus 2 mu. Clear? ഇനി ഈ മൂന്ന് മോഡുലൈ ഇലാസ്റ്റിക് കോൺസ്റ്റൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് E is equal to 9kn divided by 3k plus n. ഇതും നമുക്ക് ഡെറിവേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. E is equal to 9kn divided by 3k plus n. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് നോക്കി, എന്താണ് ലീനിയർ സ്ട്രെയിൻ എന്ന് നോക്കി, പോയ്സൺസ് റേഷ്യോ എന്താണ് എന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെയായിരുന്നു? യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്. അതിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. അപ്പൊ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. പിന്നെ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പഠിച്ചത് അല്ലെ. E is equal to 2n into 1 plus mu. E is equal to 3k into 1 minus 2 mu.
E is equal to 9kn divided by 3k plus n. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഓക്കെ, പ്രോബ്ലം ഇതാണ്. A steel rod 4 meter long and 20 mm dia is subjected to an axial tensile load of 45 kilonewton. Find the change in length, diameter. നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ പ്രശ്നം ഉണ്ടാക്കില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? A steel rod 4 meter long and 20 mm dia is subjected to an axial tensile load of 45 kilonewton. Find the change in length, diameter. Take E is equal to 200 kilonewton per mm square and 1 by m. 1 by m എന്ന് പറയുന്നത് എന്തായിരുന്നു? Poisson's ratio mu അല്ലേ? is equal to 0.3. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? P is given 45 kilonewton and length is 4 meter, അതായത് 4000 mm. E is 200 kilonewton per mm square. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ Poisson's ratio 1 by m നമുക്ക് തന്നിട്ടുണ്ട്, 0.3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? pi by 4 d square, that is pi by 4 into 20 square 100 by mm square നമുക്ക് കിട്ടി. ഓക്കെ, pi by 4 into 20 square ചെയ്തിട്ട് നമുക്ക് 100 by mm square നമുക്ക് കിട്ടി. ദെൻ ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. പി എന്താണ്? 45, എൽ എന്താണ്? 4000, അതുപോലെ ഏരിയ 100 ബൈ, അതുപോലെ ഇ ഈസ് 200. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.865 mm എന്ന് കിട്ടും. ആൻസർ 2.865 mm. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. 2.865 mm എന്നുള്ള ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ ആണ്, നമുക്കറിയാം ലീനിയർ സ്ട്രെയിൻ ആണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് നമുക്കറിയാം. ലീനിയർ സ്ട്രെയിൻ ആണ് ഡെൽറ്റ എൽ ബൈ എൽ. ഇ ക്ലിയർ ആണോ പറയണത്? ലീനിയർ സ്ട്രെയിൻ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ. കാരണം ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം ലെങ്ത്തിലുള്ള മാറ്റമായിരിക്കും അല്ലെ? സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ നമുക്കറിയാലോ, നമുക്ക് കണ്ടുപിടിച്ചു 2.865. അതുപോലെ ഒറിജിനൽ ലെങ്ത് നമുക്കറിയാം 4000 ആണ്. സോ ലീനിയർ സ്ട്രെയിൻ ഇ ഈസ് എന്ത് കിട്ടി? 0.716 into 10⁻³ എന്ന് കിട്ടി. ലീനിയർ സ്ട്രെയിൻ നമുക്ക് Poisson's ratio അറിയാം, 1 by m 0.3 ആണെന്ന് അറിയാം. Poisson's ratio എന്താണ്? lateral strain by linear strain, അതായത് E dash divided by E. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? 1 by m 0.3 ആണെന്ന് അറിയാം, E dash അറിയില്ല, lateral strain അറിയില്ല, divided by E അറിയാം. അപ്പൊ കണ്ടുപിടിച്ചു 0.716 into 10⁻³ അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? E dash കണ്ടുപിടിക്കാം. E dash കണ്ടുപിടിക്കാം 1 by m into E വരും. സോ E dash is equal to ഇങ്ങനൊരു വാല്യൂ നമുക്ക് കിട്ടും, 0.2148 into 10⁻³ എന്ന് നമുക്ക് എന്തെന്നാ കിട്ടുന്നത്?
ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലെങ്ത്തും ഡയമീറ്ററും ആണ് ഉള്ളത്. ലെങ്ത്തിലുള്ള മാറ്റമാണ് ലീനിയർ സ്ട്രെയിൻ, ഡയമീറ്ററിലുള്ള മാറ്റം ഇപ്പൊ എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ. സോ ലാറ്ററൽ സ്ട്രെയിൻ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി എന്ന് നമുക്ക് എഴുതാം. ഡെൽറ്റ ഡി ബൈ ഡി എന്ന് എഴുതാം. സോ ഡെൽറ്റ ഡി, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ഡി കണ്ടുപിടിക്കാം. ഇ ഡാഷ് ഇൻറ്റു ഡി. ഇ ഡാഷ് നമുക്ക് കിട്ടി 0.2148 ഇൻറ്റു 10⁻³ ഇൻറ്റു ഡി. ഡിയും കൂടെ വേണം കേട്ടോ, 20 mm കൂടെ വേണേ. ഞാൻ എഴുതിയത് തെറ്റാണ്. ഇവിടെ ഒരു വാല്യൂ കൂടെ വരും. എന്താ വരിക? ഡയമീറ്റർ അല്ലേ, 20 എന്നും കൂടെ വരും. അപ്പൊ ഈ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണേ, നിങ്ങൾ ചെക്ക് ചെയ്യണം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണേ. പ്ലീസ് ചെക്ക് ഇറ്റ്. ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഞാൻ എനിക്ക് ടൈപ്പ് ചെയ്യാൻ മറന്നതാണെന്നാണ് തോന്നുന്നത്. ചെക്ക് ചെയ്യണം കേട്ടോ. പ്രോബ്ലം മനസ്സിലായല്ലോ? ഒന്ന് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. A metal bar 50 mm by 50 mm section is subjected to an axial compressive load of 500 kN. The contraction of a 200 mm gauge length is found to be 0.5 mm and increase in thickness 0.04 mm. Find the value of Young's modulus and Poisson's ratio. കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ വാല്യൂ ആൻഡ് പോയിസൺസ് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏരിയ അറിയാം, 50/50 ആണെന്ന് നമുക്കറിയാം. ലോഡ് തന്നിട്ടുണ്ട് 500 kN. ലെങ്ത് ഈസ് ഗിവൺ 200. ഗേജ് ലെങ്ത് തന്നിട്ടുണ്ട് 200 mm. അതിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ തന്നിട്ടുണ്ട് 0.5 mm. ആൻഡ് തിക്നെസ്സിലുള്ള ഇൻക്രീസ് ഡെൽറ്റ ടി ഈസ് ഓൾസോ ഗിവൺ 0.04 mm. ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ലെങ്ത്. നമുക്ക് ഇക്വേഷൻ അറിയാം, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL/AE. അപ്പൊ ഇതിലെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം, ഇ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇക്വേഷനിൽ നിന്ന് ഇ കണ്ടുപിടിക്കാം. PL/A into delta L വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും, 80 kN/mm². ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനായിരുന്നു അല്ലെ, നമ്മളത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പോയിസൺസ് റേഷ്യോ. പോയിസൺസ് റേഷ്യോ കാണാൻ എളുപ്പമാണല്ലോ. എന്താ ചെയ്യാ? ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെൽറ്റ L/L അല്ലെ. അതുപോലെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പോയിസൺസ് റേഷ്യോ ഇൻറ്റു ഇ എന്ന് എഴുതിയാൽ മതി അല്ലെ. പോയിസൺസ് റേഷ്യോ ഇൻറ്റു ഇ എന്ന് എഴുതിയാൽ മതി. സോ നമുക്ക് പക്ഷെ ലാറ്ററൽ സ്ട്രെയിൻ നമുക്കറിയാം ഡെൽറ്റ T/T ആണെന്നറിയാം അല്ലെ. ഡെൽറ്റ T/T ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി നമുക്ക് തന്നിട്ടുണ്ടല്ലോ 0.04 ആണ്. ടി എത്രയാണ്? 50/50 mm സെക്ഷൻ ആണ്. അപ്പൊ തിക്നെസ് എന്തായാലും 50 ആയിരിക്കും അല്ലെ. 50/50 mm സെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരെണ്ണം ലെങ്ത്തും ഒരെണ്ണം തിക്നെസ്സും ആയിരിക്കും. സോ 0.04/50 ചെയ്താൽ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. അപ്പൊ അത് കൂടെ രണ്ടും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിസൺസ് റേഷ്യോയും കിട്ടി. എന്ത്? 1/m = 0.32. ഇതാണ് പ്രോബ്ലം ഉള്ളത്. നോക്കൂ കേട്ടോ, സ്റ്റെപ്പ് ഒന്ന് നോക്കൂ. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് അറിയാം, ഒറിജിനൽ ലെങ്ത് അറിയാം. സോ ലീനിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ തിക്നെസ് അറിയാം, അതൊരു ഒറിജിനൽ തിക്നെസ് അറിയാം അല്ലെ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അപ്പൊ പോയിസൺസ് റേഷ്യോ എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ബൈ
ലീനിയർ സ്ട്രെയിൻ. ക്ലിയർ ആയോ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ. ഇത് വളഞ്ഞാണ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കറിയാം 1/m ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്? ഇ ഡാഷ് ബൈ ഇ ആണ് അല്ലെ. ഇ ഡാഷ് ബൈ ഇ ആണ്. ഇ ഡാഷ് നമുക്കറിയാം എന്താണ്? ഇ ഡാഷ് ഡെൽറ്റ ടി ബൈ ടി ആണ്. ഓക്കെ. ഇ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 1/m കിട്ടി. ഇത്രേ ഉള്ളൂ. ഡെൽറ്റ ടി എത്രയാണ് അറിയാലോ? 0.04 ഡിവൈഡ് ബൈ ഒറിജിനൽ തിക്നെസ് എത്രയാ? 50. ഓക്കെ. ഇത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ഇപ്പൊ നമ്മൾക്ക് അറിയാം 0.5 ആണെന്ന് അറിയാം. 0.5 ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണെന്ന് അറിയാലോ? 200 അല്ലേ. 200 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1/m കിട്ടി. ഓക്കെ. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. A bar 20 mm diameter is subjected to a pull of 35 kilonewton. അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ. The measured extension over a gauge length of 200 mm. അതായത് ലെങ്ത് ആദ്യം 200 ആയിരുന്നു. അതിൽ നമ്മൾ മെഷർ ചെയ്യുന്ന എക്സ്റ്റൻഷൻ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.1 mm ആണ്. Similarly, change in diameter is also given 0.0035. Poisson's ratio and moduli of elasticity കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നല്ല, മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ആ മൂന്നെണ്ണം കണ്ടുപിടിക്കണം. ഏതൊക്കെ? യങ്സ് മോഡുലസ് കാണണം, ഷിയർ മോഡുലസ് കാണണം, അതുപോലെ ബൾക്ക് മോഡുലസും കാണണം. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. നോക്കാം. നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം അല്ലെ. സ്ട്രെസ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? ലോഡ് ബൈ ഏരിയ ചെയ്താൽ മതി. ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 35 കിലോന്യൂട്ടൺ. അതിനെ ന്യൂട്ടൺ ആക്കി 35 × 10^3. ഓക്കെ. ഏരിയ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ 5/4 × 20 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എഫ് കിട്ടി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്ട്രെസ് കണ്ടുപിടിച്ചു. P/A. P നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ നമുക്ക് 5/4 d സ്ക്വയർ വെച്ച് ഏരിയ കണ്ടുപിടിക്കാം. So P/A is equal to നമുക്കൊരു വാല്യൂ കിട്ടി 111.4 Newton/mm² എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒറിജിനൽ ലെങ്ത്തും ചേഞ്ച് ഇൻ ലെങ്ത്തും തന്നിട്ടുണ്ട്. സോ ലീനിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ഓക്കെ. ഒറിജിനൽ ലെങ്ത്തും ചേഞ്ച് ഇൻ ലെങ്ത്തും തന്നിട്ടുണ്ട്. സോ ലീനിയർ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് 0.1/200 is equal to ഈ വാല്യൂ കിട്ടി. ഓക്കെ. ഇനി യങ്സ് മോഡുലസ് എങ്ങനെ കാണാം? നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ് അറിയാം, ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? യങ്സ് മോഡുലസ് കിട്ടി. സിമ്പിൾ അല്ലേ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു, ലീനിയർ സ്ട്രെയിനും കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് യങ്സ് മോഡുലസ് കിട്ടി. ഓക്കെ. ഇനി നോക്കൂ, ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം നമുക്ക്. കാരണം എന്താണ്? ചേഞ്ച് ഇൻ ഡയമീറ്ററും ഒറിജിനൽ ഡയമീറ്ററും അറിയാം. അപ്പൊ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. ലാറ്ററൽ സ്ട്രെയിൻ അറിയാം, ലീനിയർ സ്ട്രെയിൻ അറിയാം. സോ വി ഹാവ് ടു ഫൈൻഡ് പോയ്സൺസ് റേഷ്യോ. വി ക്യാൻ ഫൈൻഡ് ഔട്ട് പോയ്സൺസ് റേഷ്യോ സിംപ്ലി. എങ്ങനെ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ചെയ്താൽ മതി. ലാറ്ററൽ സ്ട്രെയിൻ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ നേരത്തെ കിട്ടിയ ലീനിയർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോയ്സൺസ് റേഷ്യോ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ യങ്സ് മോഡുലസ് ആയി, പോയ്സൺസ് റേഷ്യോ ആയി. യങ്സ് മോഡുലസും പോയ്സൺസ് റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് കണ്ടുപിടിക്കാം. എങ്ങനെ? N is equal to E is equal to 2n × 1 + 1/m. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെയല്ല. ഇങ്ങനെ 1/m പകരം മ്യൂ ഇട്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. 2n × 1 + മ്യൂ എന്നാണ് പഠിച്ചത്. മ്യൂ തന്നെയാണ് എന്ത് 1/m എന്ന് പറയുന്നത്.
സോ ഇതില് ഇ അറിയാം, 1/m അറിയാം. സോ അതിൽ നിന്ന് നമുക്ക് n സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ n കണ്ടുപിടിച്ചതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് അടുത്ത ഇക്വേഷൻ? ബൾക്ക് മോഡുലസ് k is equal to E is equal to 3k into 1 minus 2 mu. 2 ന് പകരം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 1/m. അതുകൊണ്ടാണ് 2/m എന്ന് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എല്ലാ വാല്യൂസ് അറിയാം. ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് k. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ചോദിക്കാറുണ്ട്. ഒന്ന് നോക്കൂ കേട്ടോ, ഒന്ന് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് നോക്കൂ. ഇത് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചാറ്റിൽ അറ്റൻഡൻസ് ഇടൂ കേട്ടോ. ലൈവ് ചാറ്റിൽ ഇടാം. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് പ്രോബ്ലം. ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈ വാല്യൂ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് തന്നിട്ടുണ്ട്. രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ബൾക്ക് മോഡുലസ് ആൻഡ് ലാറ്ററൽ കോൺട്രാക്ഷൻ ഓഫ് എ റൗണ്ട് ബാർ. ലാറ്ററൽ കോൺട്രാക്ഷൻ അതായത് ലാറ്ററൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. Of a round bar 35 mm dia and 2.5 meter long when stretched by 2.5 mm. Okay, when stretched by 2.5 mm. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ 3 ഇലാസ്റ്റിക് കോൺസ്റ്റന്റും ചേർന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലെ. 9kn divided by 3k plus n ആണെന്ന് അറിയാം. 9kn divided by 3k plus n. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇയും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. ഇയും എന്നും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് k കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് k കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചില്ലേ? കാണാൻ പറഞ്ഞ എന്താ? ബൾക്ക് മോഡുലസ് ആയിരുന്നില്ലേ? അത് നമ്മളിത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ k എന്ന വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ സ്റ്റെപ്പും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരികയാണ്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ഒരു സ്റ്റെപ്പ് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. E is equal to 9kn divided by 3k plus n. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് k വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലാറ്ററൽ കോൺട്രാക്ഷൻ ആണ് അല്ലെ. ലാറ്ററൽ കോൺട്രാക്ഷൻ ആണ് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇപ്പോ ഈ ഒരു ഇക്വേഷൻ തന്നെ ആവണമെന്നില്ല, വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. E is equal to 2n into 1 plus 1/m എന്നുള്ള ഇക്വേഷനിലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് 1/m പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഇക്വേഷൻ ആണ്, 3k into 1 minus 2/m. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2/m is equal to എന്ന് പറഞ്ഞ ഈ ഒരു E is equal to 3k into 1 minus 2/m. അതിൽ E നമുക്കറിയാം അല്ലെ. k നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. യൂണിറ്റ് എഴുതണം കേട്ടോ. k e n ഇതിന്റെയൊക്കെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഈ വാല്യൂ നമുക്കറിയാം, k നമ്മൾ കണ്ടുപിടിച്ചു. സോ അതിൽ അൺനോൺ എന്ന് പറയുന്നത് 1/m ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ 1/m കണ്ടുപിടിച്ചു. 1/m നമുക്ക് ഇത് കിട്ടി 0.279 എന്ന് കിട്ടി. 1/m എന്ന് പറയുന്ന സാധനം എന്താണ്?
എന്താണ് 1/m? 1/m എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് lateral strain E dash divided by linear strain ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് E dash ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. E dash is equal to 1/m into E. E എന്ന് പറഞ്ഞെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ആണ്. സോ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. 1/m into ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ ഈ 1/m നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2.5. ഒറിജിനൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഗിവൺ വാല്യൂസ് ആണ്. ഓക്കെ, ഗിവൺ വാല്യൂസ് ആണ് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദ്യം വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഗിവൺ വാല്യൂസ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചു. 1/m എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോ E ഡാഷ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. E ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണ്. E ഡാഷ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അതായത് ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഇവിടെ ഇപ്പൊ ഡയമീറ്റർ ആയതുകൊണ്ട് ഡയമീറ്റർ എടുക്കണം കേട്ടോ. ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണ്. ഒറിജിനൽ ഡയമീറ്റർ നമുക്ക് അറിയാലോ. നമ്മുടെ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, കോൺട്രാക്ഷൻ ആണ് അല്ലെ. ഈ ഡെൽറ്റ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഡെൽറ്റ ഡി ഇസ് ഈക്വൽ ടു E ഡാഷ് ഇൻറ്റു ഡി ആണ്. E ഡാഷ് ഇൻറ്റു ഡി. ഓക്കെ, E ഡാഷ് നമുക്കറിയാം, നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചു. ഇൻറ്റു ഡി, ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് വാല്യൂ വിൽ ബി ദിസ് വൺ. ഓക്കെ, ക്ലിയർ ആണ്. ഒന്ന് നോക്കാം സ്റ്റെപ്പ് ഒക്കെ. അറ്റൻഡൻസ് ഇടാത്തവർ അറ്റൻഡൻസ് ഇടുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഇടുന്ന അറ്റൻഡൻസ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഇപ്പൊ പറയുന്ന അറ്റൻഡൻസ് മാത്രമേ ഞാൻ, ഇതുവരെ ഉള്ള അറ്റൻഡൻസ് മാത്രമേ ഞാൻ എൻ്റർ ചെയ്യുള്ളൂ. ഇതിന് ശേഷം എൻ്റർ ചെയ്യുന്ന ഒരു അറ്റൻഡൻസ് ഞാൻ എൻ്റർ ചെയ്യില്ല. സോ ഒരു 2-3 മിനിറ്റും കൂടെ തരാം, അറ്റൻഡൻസ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി ആരും അറ്റൻഡൻസ് എൻ്റർ ചെയ്യണ്ട. ഇനി അറ്റൻഡൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. A cylindrical bar 20 mm dia, 1 meter long, diameter length തന്നിട്ടുണ്ട്. During a tensile test, it was found that longitudinal strain is 4 times the lateral strain. Longitudinal strain എന്ന് പറയുന്നത് lateral strain-നേക്കാളും, അതായത് E is equal to 4 times E dash. E is equal to 4 times E dash എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. E is equal to 4 times E dash. Calculate the rigidity മോഡുലസ്, അതായത് n കണ്ടുപിടിക്കണം, ബൾക്ക് മോഡുലസ് k കണ്ടുപിടിക്കണം, ആൻഡ് ഇലാസ്റ്റിക് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് മോഡുലസ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ n ഉം k യും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. n കണ്ടുപിടിക്കണം, k കണ്ടുപിടിക്കണം. Find the change in volume also. When the bar is subject to hydrostatic pressure of 100 Newton per mm², വോളിയം ചേഞ്ചും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ ഇതിലൊരു ഇക്വേഷൻ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ വോളിയം ചേഞ്ച് ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ആദ്യം ഇലാസ്റ്റിക് മോഡുലസ് മാത്രം കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ വോളിയം ചേഞ്ച്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, കാരണം അതിന്റെ ഡെറിവേഷനും കാര്യം ഞാൻ എടുത്തു തന്നിട്ടില്ല. അപ്പൊ അതവിടെ കിടക്കട്ടെ കേട്ടോ. ബാക്കി അതുവരെയുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. എന്താണ്, D is given, L is given, E കിട്ടിയിട്ടുണ്ട്, E is given. അതുപോലെ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. 100 Newton per mm² ആണ് സ്ട്രെസ് എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് n, k and ഡെൽറ്റ വി. ഡെൽറ്റ വി നമുക്ക് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E ഡാഷ് ബൈ E ആണെന്ന് അറിയാം. സോ E ഡാഷ് നമുക്കറിയാം E ആണ്. അതിൽ E ഡാഷിന് നമ്മൾ E ഡാഷ് തന്നെ എഴുതി. പിന്നെ E എന്ന് പറയുന്നത് 4 E ഡാഷ് ആണ് അല്ലെ. E is equal to 4 E ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1/m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം E ഡാഷ് ബൈ E ആണ്. E ഡാഷിന് അങ്ങനെ തന്നെ എഴുതി, E ഡാഷ് ഡിവൈഡഡ് ബൈ 4 E ഡാഷ്. സോ 1/m is equal to 1/4 എന്ന് വന്നു. ഓക്കെ, 1/m is equal to 1/4 എന്ന് കിട്ടി. നമ്മുടെ റിലേഷൻ E is equal to 2n into 1 plus 1/m അല്ലേ.
അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇ നമുക്ക് അറിയാം, 1/m നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതിൽ നിന്ന് n കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കൂ, ഈ വാല്യൂ തന്നിട്ടുണ്ട്, 1/m നമുക്കറിയാം. സോ ഇതിൽ നിന്ന് നമുക്ക് n വാല്യൂ കണ്ടുപിടിക്കാം. n വാല്യൂ നമുക്ക് കിട്ടും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ k കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. k എങ്ങനെ കാണാം? ഇങ്ങനെ k കാണാം. ഇക്വേഷൻ എന്തായിരുന്നു? E is equal to 3k into 2 minus 1 minus 2 mu. അങ്ങനെയാണ് അല്ലേ? അല്ലേ? 1 minus 2 mu. ഇതില് E അറിയാം, E is equal to 3k into 1 minus 2 mu ആണ് അല്ലേ? അതിലെ 1/m ന്റെ വാല്യൂ അറിയാം, ഇയുടെ വാല്യൂ അറിയാം. ഫ്രം ദാറ്റ് നമുക്ക് കണ്ടുപിടിക്കാം, k വാല്യൂ കണ്ടുപിടിക്കാം. അവിടെ ഇക്വേഷൻ വെച്ചല്ല ചെയ്തിട്ടുള്ളത്. k വാല്യൂ കിട്ടി. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമ്മളടുത്ത് ഒന്നും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ഇക്വേഷൻ വെച്ചായിരിക്കും ഇത് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് സ്കിപ്പ് ചെയ്തത്. നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ വോളിയം ഓൾസോ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം ആണ് വേണ്ടത്. നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ, ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? k is equal to നമ്മൾ ഡയറക്റ്റ് ആയി പഠിച്ചത് എന്താ? സിഗ്മ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നാണ് പഠിച്ചത് അല്ലെ? വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പോ EV എന്ന് പറയുന്നത് എന്തായി? സിഗ്മ ബൈ k. സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 100. അതുപോലെ k നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ നമുക്ക് കിട്ടി. വോളിയോമെട്രിക് സ്ട്രെയിൻ EV നമുക്ക് കിട്ടി അല്ലെ? നമുക്ക് EV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം കേട്ടോ. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം. കാരണം എന്താ? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. അപ്പോൾ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം, ഡെൽറ്റ വി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എല്ലാം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യണ്ടെന്നല്ലേ? ഡെൽറ്റ വി ചെയ്യണ്ട എന്നല്ലേ പറഞ്ഞത്? പക്ഷെ നമുക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ദ വോളിയം ചേഞ്ച് ഓൾസോ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മനസ്സിലായില്ലേ? എങ്ങനെയാണ്? ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട് 100 ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ നമുക്ക് അറിയില്ല. അപ്പൊ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ ബൾക്ക് മോഡുലസ് ചെയ്താൽ മതി. അപ്പൊ വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടും. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ അതിൽ നിന്ന് ചേഞ്ച് ഇൻ വോളിയം കൂടെ കണ്ടുപിടിക്കാം. നോക്കൂ, സ്റ്റെപ്പ് നോക്കൂ. നമുക്കൊരു ഡെറിവേഷൻ ചെയ്തിട്ട് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ചാണ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. A steel bar 2 meter long, length വന്നിട്ടുണ്ട് 2 meters, so 2000 mm, 40 mm ആണ് width, 20 mm thickness. ഒരു axial pull subjected to an axial pull 160 kilonewton. Okay, in the direction of its length, find the change in length, width, thickness. നേരത്തെ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. E is equal to 200 GPa and Poisson's ratio is 0.3. GPa എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഗാ പാസ്കൽ അല്ലെ? എന്ന് പറയുന്നത് 10⁹ പാസ്കൽ ആണ്. 1 ജിഗാ പാസ്കൽ is equal to 10⁹ പാസ്കൽ ആണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു പാസ്കൽ നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ E is equal to 200 GPa ആണ്. സോ 200 into 10⁻⁹ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 200 into 10⁹ ചെയ്തതിന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. അപ്പൊ അതിനെ ന്യൂട്ടൺ പെർ mm² ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 10⁶ ചെയ്തു. ഈ കൺവേർഷൻ നോക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കൺവേർഷൻ നോക്കുക. 200 into 10⁹ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ന്യൂട്ടൺ പെർ mm² ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് ബൈ 10⁶ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ കിട്ടി. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വിഡ്ത്ത്, ചേഞ്ച് ഇൻ തിക്നെസ് കാണാം. ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? PL/AE. P എന്ന 160 കിലോമീറ്റർ ആണ്. സോ 160 into 10³ 160 ന്യൂട്ടൺ അല്ലെ. ലെങ്ത് അറിയാം, ഏരിയ അറിയാം. ഏരിയ എങ്ങനെ കിട്ടിയത്? നോക്കൂ, 2 meter long, 40 mm width and 20 mm thickness. അപ്പൊ വിഡ്ത്തും തിക്നെസ്സും കൂടെ ഇൻഡ്യൂ ചെയ്തതാ. ക്രോസ് സെക്ഷൻ കിട്ടി 800 and E value is given 2 into 10⁵. സോ ഡെൽറ്റ എൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, നമുക്ക് പോയിസൺസ് റേഷ്യോ അറിയാം. എത്രയാണ് പോയിസൺസ് റേഷ്യോ? ഈസ് ഗിവൺ, വാല്യൂ ഈസ് 0.3. അതായത് 0.3 എന്ന് പറയുന്നത് എന്താണ്? E'/E ആണ് അല്ലെ. E'/E ആണ്. സോ E എത്രയാണ് നമുക്കറിയാം? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അല്ലെ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ E' is equal to E', അതായത് ഇവിടെ EB ബ്രെഡ്ത്ത് ആണ് എഴുതിയിരിക്കുന്നത്, ഈസ് ഈക്വൽ ടു എന്ത് വരും? E into mu വരും അല്ലെ. E എന്താണ്? ഡെൽറ്റ L/L ആണ്. E എന്ന് പറയുന്നത് ഡെൽറ്റ L/L into mu ചെയ്താൽ നമുക്ക് E' കിട്ടി. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോ EB കിട്ടി. EB എന്ന് പറഞ്ഞാൽ ഡെൽറ്റ B/B ആണ്. EB എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് E' എന്ന് പറയുന്നത് EB ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഇൻ ബ്രെഡ്ത്ത് ആണ്. സോ ദാറ്റ് ഈസ് ഡെൽറ്റ B/B. B നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഡെൽറ്റ B കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ E' എന്ന് പറഞ്ഞാൽ എന്തും കൂടിയാണ്? തിക്നെസ്സിലുള്ള ചേഞ്ചും കൂടിയാണ്. സോ ഡെൽറ്റ T/T എന്നും കൂടെ നമുക്ക് എഴുതാം. അതായത് ഡെൽറ്റ T എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ഇൻറ്റു ടിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെയാണത്? ലാറ്ററൽ സ്ട്രെയിൻ E' എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? ബ്രെഡ്ത്തിലുള്ള തിക്നെസ് അല്ലെ. ബ്രെഡ്ത്തും അതുപോലെ തിക്നെസ്സും എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ അതെല്ലാം എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ ഇതെന്താകാം? ഡെൽറ്റ T, തിക്നെസ് ബൈ T ആവാം. ഇനിയിപ്പോ ഡയമീറ്ററിന്റെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ D/D ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെക്ക് ചെയ്യൂ. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടി, ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടി, ചേഞ്ച് ഇൻ വിഡ്ത്ത് കിട്ടി, ചേഞ്ച് ഇൻ തിക്നെസ് കിട്ടി. ഈ പ്രോബ്ലം കൂടെ പറയണമെന്നുണ്ടോ? ക്രോസ് സെക്ഷൻ നമുക്കറിയാം 40 into 20. ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 2000 mm, 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് അറിയാം, തിക്നെസ് അറിയാം അല്ലെ. അപ്പൊ ഈ വാല്യൂ നമുക്ക് തന്നത് GPa എന്നാണ്. 1 GPa എന്ന് പറഞ്ഞിട്ടുണ്ട് 10⁹ പാസ്കൽ ആണ്. പാസ്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ പെർ mm² മാറ്റാൻ വേണ്ടി നമ്മൾ ഡിവൈഡഡ് ബൈ 10⁶ ചെയ്തു. ക്ലിയർ ആണല്ലോ. 200 into 10⁹ ചെയ്തപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ന്യൂട്ടൺ പെർ mm² ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 10⁶ എന്ന് ചെയ്തു. സോ E കിട്ടി. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് കാണാനായിട്ട് ഡെൽറ്റ L is equal to PL/A എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡെൽറ്റ L കിട്ടി. ഓക്കെ, ഇനി പോയിസൺസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. പോയിസൺസ് റേഷ്യോ തന്ന സ്ഥിതിക്ക് നമുക്ക്
ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ഇ ഡാഷ് ബൈ ഇ ആണ് പോയ്സൺസ് റേഷ്യോ. ഫ്രം ദാറ്റ് ഇ ഡാഷ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇ ഡാഷ് എന്ന് പറയുന്നത് തന്നെ എന്ത്, ഡെൽറ്റ ബി ബൈ ബി. അത് തന്നെയാണ് എന്ത്, ഡെൽറ്റ ടി ബൈ ടി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡെൽറ്റ ബിയും അതുപോലെ ഡെൽറ്റ ടിയും കണ്ടുപിടിക്കുക. ഡെൽറ്റ ബിയും കണ്ടുപിടിക്കണം, ഡെൽറ്റ ടിയും കണ്ടുപിടിക്കണം. നോക്കൂട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീരും. സ്ട്രെയിൻ എനർജി എന്നുള്ള ടോപ്പിക്. അപ്പൊ നെക്സ്റ്റ് ടോസിന്റെ ക്ലാസ്സിൽ അത് തീരും. പിന്നെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അനലൈസ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ അത് വാല്യൂ ചെയ്തിട്ടില്ല. കുറെ പേര് അയച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിന് നിങ്ങളിപ്പോ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂൾ എഴുതിയിട്ടുണ്ടാവും. ഇനി ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെക്കൻഡ് മൊഡ്യൂൾ സ്ട്രെയിൻ എനർജി എടുത്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, ഞാൻ അതിന്റെ ക്ലാസ് വെക്കാം കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ എനർജിയുടെ ക്ലാസ്സിന് ശേഷം അന്നത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം. അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കംപ്ലീറ്റ് പറയില്ല, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങളത് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് തരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് ഞാൻ അടുത്ത ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് തരുള്ളൂ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് മൊഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഈ പ്രോബ്ലംസിന്റെ പോർഷൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് നോട്ട് എഴുതാനായിട്ട്. ഞാൻ സമയം തരാം, കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം തരാം ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് കേട്ടോ. അല്ല എന്നുണ്ട് ഇന്ന് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നും തരാം. ഞാൻ നോക്കട്ടെ, പറ്റുന്നതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അപ്പൊ താങ്ക് യു ഫോർ ലിസണിങ് മീ.